RPFിൻ്റെ എക്സാം, അത് SI അല്ലെങ്കിൽ കോൺസ്റ്റബിൾ, ഈ പരീക്ഷകളെ വളരെ കാര്യത്തോടെ കാണുന്ന അല്ലെങ്കിൽ അതിന് പഠിച്ച് എങ്ങനെയെങ്കിലും അതിൽ ഒന്ന് കയറി പറ്റണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ അധികം ആളുകളുണ്ട്. അത് എനിക്ക് നിങ്ങളുടെ DM-ൽ നിന്നും നിങ്ങളുടെ നമ്മുടെ കോഴ്സിനോടുള്ള റെസ്പോൺസിൽ നിന്നും ഒക്കെ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എവിടെ നിന്ന് തുടങ്ങണം, എന്ത് പഠിക്കണം, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതായത് ഈ എക്സാമിന് വേണ്ടിയുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ മുൻപിലേക്ക് വെക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. അതായത് എന്ത് പഠിക്കണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം, പരീക്ഷയുടെ ഒരു രീതി എന്താണ്, നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാൻ നിങ്ങളെ പുതുതായിട്ട് ചോദ്യങ്ങളൊന്നും ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എങ്ങനെ നിങ്ങൾ തയ്യാറെടുക്കണം ഈ പരീക്ഷയ്ക്ക് വേണ്ടി എന്ന കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയുന്നത്. അപ്പോൾ അതിനു മുൻപ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, മക്കളെ ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ ഓർത്തോണേ. ഞാനത് പല പ്രാവശ്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ സ്റ്റോറിയിലൂടെയും റീൽസിലൂടെയും ഒക്കെ ഈ ലാസ്റ്റ് ഡേറ്റ് ഞാൻ ഓർമ്മിപ്പിക്കുന്നതാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 10-ാം തീയതിയാണ്, മെയ് 10-ാം തീയതിയാണ്. ലാസ്റ്റ് ഡേറ്റ് മെയ് 14-ാം തീയതിയാണ്. ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയ്യണേ. അവസാനത്തെ ദിവസം 14-ാം തീയതി വരെ നോക്കിയിരിക്കരുത്. 14-ാം തീയതി രാത്രി 11:59 വരെ സമയമുണ്ട് എന്നും പറഞ്ഞ് 11:55 അപ്ലൈ ചെയ്യാനായിട്ട് ഇരിക്കരുത്. അവസാന നിമിഷമാകുമ്പോൾ ധാരാളം പേര് സെർവറിലേക്ക് വരികയും സെർവറിന് ആ ലോഡ് താങ്ങാൻ പറ്റാതെ ചിലപ്പോൾ ഹാങ് ആവാനും സൈറ്റ് കിട്ടാതെ വരാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അപ്ലൈ ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്നൊക്കെ ആയിട്ട് ചെയ്യുക കേട്ടോ. ഇനി അവസാന നിമിഷമായി പോയെങ്കിൽ നിങ്ങളിപ്പോൾ 14-ാം തീയതി ആണ് ഓർക്കുന്നതെങ്കിലും 14-ാം തീയതി വെളുപ്പിനെ എഴുന്നേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ പീക്ക് ടൈം അല്ലാത്ത സമയത്ത് പാതിരാത്രിക്കോ ഒക്കെ ഇരുന്ന് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം അത് ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ പരീക്ഷയുടെ ഒരു രീതി, പരീക്ഷ 4 ഘട്ടങ്ങളിലായിട്ടാണ് നമുക്കറിയാം. ആദ്യം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം, നമ്മൾ റിട്ടൺ എക്സാം എന്ന് പറയും. പിന്നെ നിങ്ങളുടെ ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ്, പിന്നെ നിങ്ങളുടെ ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളുടെ ഹൈറ്റ്, ചെസ്റ്റ്, ഈ കാര്യങ്ങളുടെയൊക്കെ ഫിസിക്കൽ മെഷർമെൻറ്റ്. പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അല്ലേ, അതായത് റണ്ണിങ്, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ആക്ടിവിറ്റീസ്, അതൊക്കെയാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. സോ CBT അഥവാ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഓൺലൈൻ എക്സാം അല്ലെങ്കിൽ റിട്ടൺ എക്സാം. അടുത്തത് ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ്, അടുത്തത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അവസാനത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ. ഇത്രയും കഴിയുമ്പോഴാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുക. അപ്പോൾ ഇനി നമുക്ക് റിട്ടൺ എക്സാമിനാണ് ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ്. ഫിസിക്കൽ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അത് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം അത്. ഇവിടെ നമ്മൾ പരീക്ഷയെ പറ്റി ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് 2 പോസ്റ്റുകളാണ് ഉള്ളത് അല്ലേ. ഏതൊക്കെയാണ്? SI ഉണ്ട് മക്കളെ, അതുപോലെ കോൺസ്റ്റബിളും ഉണ്ട്. SIയും ഉണ്ട്, കോൺസ്റ്റബിളും ഉണ്ട്. അപ്പോൾ ഇതിന് വിദ്യാഭ്യാസ യോഗ്യത നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. SI ആണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. കോൺസ്റ്റബിൾ ആണെങ്കിൽ 10th പാസ്, SSLC അല്ലെങ്കിൽ 10th പാസ്. ഇതാണ് ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സാമിലേക്ക് വരുമ്പോൾ എക്സാമിൻ്റെ പാറ്റേൺ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഏതൊരു പരീക്ഷയ്ക്ക് പോകുമ്പോഴും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ പരീക്ഷയുടെ പാറ്റേൺ എന്താണ്, സിലബസ് എന്താണ്, എന്തൊക്കെ പഠിക്കണം, മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ, ഇത് ഇത്രയും ആയിരിക്കണം നിങ്ങളുടെ പ്രൈമറി റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 3 കാര്യങ്ങളേ ഉള്ളൂ. അത് ഞാൻ ഈ പറയുന്ന SI ആണെങ്കിലും കോൺസ്റ്റബിൾ ആണെങ്കിലും റിട്ടൺ എക്സാം സെയിം ആണ്, സെയിം പാറ്റേൺ ആണ്. SIക്ക് പ്രത്യേക ഒരു പാറ്റേൺ, കോൺസ്റ്റബിളിന് പ്രത്യേക ഒരു പാറ്റേൺ, അങ്ങനെ ഇല്ല. ഓക്കെ. അപ്പം ബേസിക് അരിത്തമാറ്റിക് എന്ന് പറയുമ്പോൾ മാത്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മാത്സ്, ബേസിക് അരിത്തമാറ്റിക്. 2 ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറയാം. 3ാമത്തേത് ജനറൽ അവെയർനെസ്. ഈ ജനറൽ അവെയർനെസ് എന്ന് പറയുമ്പം നിങ്ങൾ ഇതിനെ 2ആയിട്ട് അങ്ങ് ക്ലാസിഫൈ ചെയ്യണം. ഒന്ന് കറണ്ട് അഫയേഴ്സ്, മറ്റൊരു സ്റ്റാറ്റിക് GK. ഇപ്പോൾ സ്റ്റാറ്റിക് GKക്കകത്ത് തന്നെ വീണ്ടും പല കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ, പോളിറ്റി, അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്ക് അതിലേക്ക് വരാം. അപ്പം കറണ്ട് അഫയേഴ്സും സ്റ്റാറ്റിക് GK തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. ഇനി അടുത്തൊരു ചോദ്യം പിള്ളേർക്ക് സ്ഥിരമായിട്ടുള്ളൊരു സംശയം, സാർ SIയുടെ എക്സാമും കോൺസ്റ്റബിളിൻ്റെ എക്സാമും രണ്ടും 2 ലെവലായിരിക്കുമോ? ഇത് 2ആയിട്ടാണോ പരീക്ഷ എഴുതുന്നത്? പരീക്ഷ നിങ്ങൾക്ക് 2നും അപേക്ഷിക്കാൻ 2 എക്സാമായിട്ട് തന്നെ ആയിരിക്കും നടക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2 പരീക്ഷകൾക്കും അപേക്ഷിക്കാം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചിട്ട്. നിങ്ങൾ ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് 2നും അപ്ലൈ ചെയ്യാം എന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പരീക്ഷ
രണ്ടും രണ്ടായിട്ടല്ലേ നടക്കുന്നത്. അപ്പോൾ രണ്ടും രണ്ട് ലെവലുള്ള എക്സാം ആയിരിക്കത്തില്ലേ. അപ്പോൾ കോൺസ്റ്റബിളിന് ഇച്ചിരി താഴ്ന്നിരിക്കണം, SIക്ക് അല്ലെങ്കിൽ കോൺസ്റ്റബിളിന് വളരെ എളുപ്പമായിരിക്കും, SI എക്സാം ഭയങ്കര ടഫായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അങ്ങനെയൊന്നും ഇല്ല മക്കളെ. എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ ഓൾമോസ്റ്റ് സെയിം ആണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ SIക്കും എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഈ രണ്ട് പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഒരേപോലെ പ്രിപ്പയർ ചെയ്ത് പോകാം. രണ്ടിൻ്റെയും സിലബസ് ഡിഫിക്കൽട്ടി ലെവലിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് എ സെലക്ഷൻ. ഇതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടം മാത്രമാണ് ഈ റിട്ടൺ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഫിൽട്രേഷൻ പ്രോസസ്സാണ്. അതുകൊണ്ട് സെലക്ഷനകത്തിൽ ഈ റിട്ടൺ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവലിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. നിങ്ങൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആപ്പിൽ ഞാനൊരു മോക്ക് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് RPF എക്സാമിൻ്റെ. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ രണ്ടിൻ്റെയും എന്താണ് ഓൾമോസ്റ്റ് സെയിം ആണ് എന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം അതാണ്. അപ്പോൾ ഇത് രണ്ടിനും നിങ്ങൾക്ക് പഠിക്കാം. ഇനി രണ്ടിനും ഒരേപോലെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് പോവാം. ഇനി നമുക്ക് നമ്മുടെ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്. ഓക്കെ, അപ്പോൾ മാത്സിലേക്ക് വരുമ്പോൾ 35 ചോദ്യങ്ങളാണ്, 35 മാർക്കാണ്. 35 ചോദ്യങ്ങൾ 35 മാർക്ക്. റീസണിങ്ങും 35 ചോദ്യങ്ങൾ 35 മാർക്ക്. ജനറൽ അവയർനെസ് 50 ചോദ്യങ്ങൾ 50 മാർക്ക്. ഇതിനെല്ലാത്തിനും കൂടി ആകെയുള്ള സമയം 1 മണിക്കൂർ 30 മിനിറ്റ്, 1 hour 30 minutes ആണ് ഇതിന് ആകെയുള്ള സമയം. ഇനി മാർക്കിനെ പറ്റി പറഞ്ഞാൽ, ശരിയാക്കിയാൽ 1 മാർക്ക് കിട്ടും, തെറ്റിച്ചാൽ 1/3 മാർക്ക് നഷ്ടപ്പെടും. അതായത് ഒരു ഉത്തരം നിങ്ങൾ തെറ്റിച്ചാൽ 1/3 മാർക്ക് നഷ്ടപ്പെടും. അതായത് 0.33 മാർക്ക്, നമ്മുടെ PSCയെ പോലെ തന്നെ 0.33 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഇതാണ് അവിടുത്തെ നെഗറ്റീവ് മാർക്കിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഓരോന്നിലും പഠിക്കേണ്ടത് എന്ന് കൂടി ഒന്ന് നോക്കാം. അപ്പം ഇതിന് എവിടുന്ന് പഠിച്ച് തുടങ്ങണം, അതാണ് പിള്ളേരുടെ എല്ലാം ഒരു പ്രധാനപ്പെട്ട സംശയം. നമ്മൾ ആദ്യം നോക്കുന്നത് മാത്സ് അല്ലെങ്കിൽ നമ്മളുടെ അരിത്തമാറ്റിക്, അല്ലെങ്കിൽ നമുക്ക് മാത്സ് എന്ന് പറയാം. നമ്മുടെ മാത്സ് അതിൽ എന്തൊക്കെ നമ്മൾ പഠിക്കണം? നമ്പർ സിസ്റ്റംസ്, അതിനകത്തിൽ ഇൻറ്റീജേഴ്സ്, ഫ്രാക്ഷൻസ്, ഡെസിമൽ, സിംപ്ലിഫിക്കേഷൻ, അത് നമ്മൾ ആ ഒരു ഏരിയയിൽ നോക്കണം. അടുത്തത് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. ഇതൊരു ഓർഡറിലല്ല കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്പർ സിസ്റ്റം കഴിഞ്ഞിട്ട് നേരെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനോട്ടാണോ പോകുന്നതെന്ന് ചോദിച്ചാൽ അല്ല, ഇത് ജസ്റ്റ് ഒരു ഓർഡറിലല്ല, ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. സോ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ, അതിനകത്ത് എന്തൊക്കെയാണ്? ടേബിൾ, ബാർ ഗ്രാഫ്, ലൈൻ ഗ്രാഫ്, പൈ ചാർട്ട്, അതൊക്കെ നമ്മൾ വിശദമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പഠിക്കും. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ്. ഓക്കെ, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ്, അതിൽ തന്നെ സിമ്പിൾ റേഷ്യോ, കോമ്പൗണ്ട് റേഷ്യോ, പ്രൊപ്പോർഷൻസ് എല്ലാം വരുന്നുണ്ട്. മെൻസുറേഷൻസ്, അതായത് അളവുകളുമായി ബന്ധപ്പെട്ട്, അതായത് ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് പ്ലെയിൻ ഫിഗേഴ്സ് അല്ലെങ്കിൽ 2D, ഒരു പേപ്പറിൽ വരയ്ക്കാൻ പറ്റുന്ന ഫിഗേഴ്സ് ഉണ്ടല്ലോ, സർക്കിൾ, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, അതിൻ്റെ ഏരിയ, പെരിമീറ്റർ, അതൊക്കെ. ദെൻ 3D, അതായത് നമുക്ക് പേപ്പറിൽ വരച്ച് നമുക്കിപ്പം എന്താ പറയുക, നമുക്കിങ്ങനെ 3 dimensional ഫിഗേഴ്സ് എന്ന് പറയും, ലൈക്ക് ക്യൂബ്, സിലിണ്ടേഴ്സ്, കോൺ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ക്യൂബ്, സിലിണ്ടർ, കോൺ, സ്ഫിയർ എന്നൊക്കെ പറയുന്നത് അതാണ്. അതിൻ്റെയൊക്കെ വോളിയം ആൻഡ് സർഫസ് ഏരിയ അത് വരുന്നതാണ് മെൻസുറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതിൽ റിലേറ്റീവ് സ്പീഡ്, ആവറേജ് സ്പീഡ്, ട്രെയിനും ബോട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ അവിടെ പറയുന്നുണ്ട്. ദെൻ വർക്ക് ആൻഡ് ടൈം ആൻഡ് വർക്ക്, അത് പൈപ്സ് ആൻഡ് സിസ്റ്റം എല്ലാം ഉൾപ്പെടെ അതിൽ പറഞ്ഞിട്ടുണ്ട്. ആൾജിബ്ര എന്ന് പറയുമ്പോൾ വലിയ കാര്യങ്ങളൊന്നുമില്ല. ദിസ് ഇസ് ബേസിക് അരിത്തമാറ്റിക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസിക് ആൾജിബ്രിക് എക്സ്പ്രഷൻ, സിമ്പിൾ ആൻഡ് ലീനിയർ ഇക്വേഷൻസ്. ഓക്കെ, ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സാധാരണ പലിശ, കൂട്ടുപലിശ, ആവറേജസ്, ശരാശരിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, പെർസെൻറ്റേജസ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഡെസിമൽ, ഫ്രാക്ഷൻസ്, അതൊക്കെ. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ദെൻ ഫണ്ടമെൻ്റൽ അരിത്തമാറ്റിക്കൽ ഓപ്പറേഷൻ. സോ നിങ്ങളൊന്ന് നോക്കിക്കേ, നിങ്ങൾ 10ാം ക്ലാസ്സിനപ്പുറത്ത് പഠിച്ച എന്തെങ്കിലും ഇതിനകത്തിലുണ്ടോ? ഇല്ല. സോ നിങ്ങളൊരു 10ാം ക്ലാസ് വരെയുള്ള മാത്സ് നിങ്ങൾ പഠിച്ചാൽ മതി. മാത്സേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങ് ചത്ത് കിടക്കണ്ട, അതിനകത്തൊന്നും ഇല്ല. അത് വളരെ ബേസിക്. നിങ്ങൾ കുറച്ചൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ബേസ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും മാത്സ് സെക്ഷൻ എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ് മാത്സ് സെക്ഷൻ എന്ന് പറയുന്നത്. വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്തിലില്ല, ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അരിത്തമാറ്റിക് സെഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും എന്തൊക്കെ ഞാൻ പഠിക്കണം. മാത്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഞാൻ പഠിക്കണം. ഞാനൊരു ബാങ്ക് പരീക്ഷയുടെ മാത്സ് ആണോ ഇവിടെ നോക്കേണ്ടത്, അതോ ഒരു PSC പരീക്ഷയുടെ ആണോ, അതോ ഒരു SSC പരീക്ഷയുടെ ആണോ? അല്ല, അതിനൊരു വ്യക്തമായ സിലബസ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിലുണ്ട്. സോ ഈ ഒരു സിലബസ് നോക്കി പഠിക്കുക. അപ്പോൾ ഇത്രയും ഏരിയ നിങ്ങളുടെ പ്രൈം ഫോക്കസിൽ ഉണ്ടായിരിക്കണം മാത്സിനെ സംബന്ധിച്ച്. ഓക്കെ, ഇനി റീസണിങ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നതാണ്. റീസണിങ് എന്ന് പറയുമ്പോൾ വെറുതെ കുറേ പേരുകൾ തന്നിരിക്കുന്നതാണ്. അനലോഗി സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടേം തമ്മിലുള്ള ബന്ധം നോക്കി അടുത്ത ടേമുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നു. ദെൻ ക്ലാസിഫിക്കേഷൻ,
അല്ലേ, നമ്മൾ ക്ലാസിഫിക്കേഷൻ, പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, സീരീസ്, നമ്പർ സീരീസ്, ഫിഗർ സീരീസ്, നോൺ വെർബൽ റീസണിങ്, അതൊക്കെ അതിനകത്ത് വരും. കോഡിങ്, ഡീകോഡിങ്, ഒരു വാക്കിനെ ഇങ്ങനെ കോഡ് ചെയ്യുന്നു, അങ്ങനെയാണ് വേറൊരു വാക്കിനെ എങ്ങനെ കോഡ് ചെയ്യും, അങ്ങനെയുള്ള ചോദ്യങ്ങൾ. ദെൻ പസിൽ, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, ബ്ലഡ് റിലേഷൻ, രക്തബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഡയറക്ഷൻസ് ആൻഡ് ഡിസ്റ്റൻസസ്. ഡയറക്ഷൻസ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തെക്കോട്ട് പോയി വടക്കോട്ട് പോയി ഇപ്പോൾ എവിടെ വന്നിരിക്കുന്നത്, അതാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ. ദെൻ ഓർഡർ ആൻഡ് റാങ്കിങ്, വെൻ ഡയഗ്രംസ്. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പം ഞാനിതൊക്കെ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ ഇവിടെ അങ്ങ് നിൽക്കത്തില്ല, ഇതിങ്ങനെ നീളം കൂടി അങ്ങ് പൊക്കോണ്ടിരിക്കും. ദെൻ സിലോജിസം എന്ന് പറയുമ്പോൾ ലോജിക്കൽ റീസണിങ് ആണ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നുള്ള കൺക്ലൂഷൻ, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തരും, കുറച്ച് കൺക്ലൂഷൻ തരും. എന്നിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ഏതൊക്കെ കൺക്ലൂഷനാണ് യോജിക്കുന്നത് എന്ന് നമ്മൾ കണ്ടെത്തണം. അതാണ് സിലോജിസം എന്ന് പറയുന്നത്. ദെൻ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, ഇപ്പം സൈനൊക്കെ മാറ്റി തന്നില്ല, അങ്ങനെയുള്ള ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. നമ്പർ ആൻഡ് ആൽഫബറ്റിക്കൽ സീരീസ്. ദെൻ ഡേറ്റ സഫിഷ്യൻസി, ഒരു ചോദ്യം തരും, 2-3 സ്റ്റേറ്റ്മെൻറ്റ് തരും. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ മതിയോ, അല്ലെങ്കിൽ ഇത് പോരായോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രം മതിയോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ. ദെൻ ഡിസിഷൻ മേക്കിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കൺക്ലൂഷൻ, ക്രിട്ടിക്കൽ റീസണിങ്, മിറർ ആൻഡ് വാട്ടർ ഇമേജ്, അല്ലേ, എംബഡഡ് ഫിഗേഴ്സ്, പേപ്പർ കട്ടിങ് ആൻഡ് പേപ്പർ ഫോൾഡിങ് എന്നൊക്കെ പറയുന്ന ഇത് ഈ റീസണിങ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ പസിൽ ഓർ ഇറ്റ്സ് ലൈക്ക് എ ഗെയിം, അല്ലേ. നമ്മൾ ഈ ചെറിയ ക്ലാസ്സിലൊക്കെ, അല്ലെ, കുഞ്ഞായിരുന്നപ്പോൾ നമ്മൾ മുട്ടുമുയലിന് വഴി കാണിച്ചു കൊടുക്കാമോ എന്ന് പറയുന്ന പോലെയുള്ള സാധനമാണ് ഇത്, അല്ലേ. ഒരു വലിയൊരു പടം തന്നിട്ട് ഇവിടെ ഒരു മുയലിരിക്കും, അപ്പുറത്തൊരു കൂടോ എന്തോ വീടോ ഇരിക്കും, അന്ന് നമ്മൾ ഈ മുയലിനെ ഒരു വര വരച്ച് അതിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കണം. അപ്പോൾ അതാണ് റീസണിങ്. അപ്പോൾ ഈ മുട്ടുമുയലിന് വഴി കാണിക്കുന്ന ആളോ റീസണിങ് ചോദിച്ചാൽ അവിടെ ഉപയോഗിക്കുന്ന അതേ സാധനം തന്നെയാണ്. നമ്മുടെ ലോജിക്ക്, നമ്മുടെ കോമൺ സെൻസ്, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്, നമ്മുടെ തിങ്കിങ് കേപ്പബിലിറ്റി, അതൊക്കെ നമ്മുടെ മെൻ്റൽ എബിലിറ്റി, അതൊക്കെ പ്രയോജനപ്പെടുന്ന ഭാഗമാണ് മക്കളെ എന്തെന്ന് പറയുന്നത്, ഈ ഒരു മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഫോക്കസ് ഈ സാധനങ്ങളിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട, ഇപ്പോൾ നമ്മൾ മാത്സിൻ്റെയും കാണിച്ചു, റീസണിങ്ങിൻ്റെയും കാണിച്ചു, ഇതുമായി ബന്ധപ്പെട്ട് ഈ ഓരോ ടോപ്പിക്കിൽ നിന്നും, ഞാൻ ഈ പറഞ്ഞ ഓരോന്നിൽ നിന്നും ഉള്ള ചോദ്യങ്ങൾ റെഫർ ചെയ്ത് പഠിക്കുക. മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളിലൂടെ അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കുക. അതിന് നിങ്ങൾക്ക് പൂർണ്ണമായും നിങ്ങളെ സഹായിക്കാനായിട്ട് നമ്മുടെ ആപ്ലിക്കേഷനുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യുക. അതിൽ RPFൻ്റെ ഒരു കോഴ്സാണ്. ഞാനിപ്പം ആ കോഴ്സിനെ പറ്റി ഒന്നും ഞാൻ മിണ്ടാത്തത്, ഞാനിപ്പോൾ ആ കോഴ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല വന്നിരിക്കുന്നത്. അത് ഇപ്പോൾ എൻ്റെ RPF കോഴ്സാണ്, നിങ്ങൾ അതിൽ ചേരുമെന്ന് പറയാൻ വേണ്ടി വന്നിരിക്കുന്ന വീഡിയോ അല്ല ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് പഠിക്കാൻ, ഈ എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഏതൊക്കെ ഏരിയാസിൽ അവർ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് ആപ്പ് ഉപയോഗിക്കാം. ആപ്പിൽ നിങ്ങൾ പേ ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് കുറേ വീഡിയോ ലെസൺസ്, ഈ ഓരോ ടോപ്പിക്കുകളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ എൻ്റെ ടീം എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറേ വീഡിയോ ലെസൺസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അല്ലാതെ അതിൽ വരുന്ന എല്ലാ എക്സാംസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അത് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നില്ല. പക്ഷേ അത് നിങ്ങൾക്കത് എങ്ങനെ പഠിക്കണം എന്നതിന് വേണ്ടി, അപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വീഡിയോ ലെസൺസ് അതിനകത്തിലുണ്ടാവും. എക്സാംസ് കോമൺ ആയിട്ട് നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഇത്രയാണ് റീസണിങ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമ്മുടെ ജനറൽ അവയർനെസ്. ഈ ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ GK ആണെന്ന് മാത്രം തെറ്റിദ്ധരിക്കരുത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് മക്കളെ കറണ്ട് അഫയേഴ്സ് ആണ്. ഇപ്പോഴത്തെ എല്ലാ പരീക്ഷകൾക്കും, PSCയോ ബാങ്കോ SSCയോ ആരെവിടെ ഏത് പരീക്ഷ നടത്തിയാലും കറണ്ട് അഫയേഴ്സ് ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇവിടെ നമ്മൾ 1 വർഷം വരെയുള്ള കറണ്ട് അഫയേഴ്സാണ് ഞാൻ നിങ്ങളോട് നോക്കാൻ പറയുന്നത്. 1 വർഷം വരെയുള്ള കറണ്ട് അഫയേഴ്സ്, 1 വർഷം വരെയുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ റെഫർ ചെയ്തിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. 1 വർഷം വരെയുള്ള കറണ്ട് അഫയേഴ്സ് പഠിച്ചുകൊണ്ടേ എവിടെ പോകാവൂ, എക്സാമിന് പോകാവൂ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചോളാം. 1 വർഷം വരെയുള്ള കറണ്ട് അഫയേഴ്സ് നോക്കി. അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഏരിയയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? ആനുകാലികം എന്നാണല്ലോ കറണ്ട് അഫയേഴ്സിൻ്റെ മലയാളം. ഏതൊക്കെ ഏരിയയാണ്? നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ്, സ്പോർട്സ്, അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്, അപ്പോയിൻമെൻറ്റ്സ്, ഓർബിറ്ററീസ്, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആൻഡ് ഡേയ്സ്. അപ്പോൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്, ഇത് മാത്രമല്ല നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു എംഫസൈസ് കൊടുത്തുകൊണ്ട് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യുക കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിന് നമ്മുടെ ആപ്പ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ആ തൊട്ട് മുൻപത്തെ ദിവസത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, നാഷണൽ ലെവലിലുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വിസസ് നടത്താറുണ്ട്. ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്വിസ് 10 ചോദ്യങ്ങൾ. അപ്പോൾ ആ ഒരു ദിവസത്തെ പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങൾ രാത്രി 10 മണിക്കാണ് അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു
എക്സാം അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. പക്ഷേ കറണ്ട് അഫേഴ്സിൻ്റെ ഏറ്റവും വലിയ റെഫറൻസ് എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ ആയിരിക്കണം. നിങ്ങളൊരു ന്യൂസ് പേപ്പർ വായിക്കുന്ന, ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക. അത് ദ ഹിന്ദു എന്ന് പറയുന്ന ന്യൂസ് പേപ്പറാണ് ഞാൻ നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ആ ഒരു ന്യൂസ് പേപ്പർ വായിക്കുക, അതിൽ നിന്ന് സ്വന്തമായി നിങ്ങൾ തന്നെ നിങ്ങളുടേതായിട്ടുള്ള നോട്ട് എഴുതി വെച്ച് പഠിക്കുകയാണെങ്കിൽ കറണ്ട് അഫേഴ്സിന് അതിനപ്പുറത്തേക്കൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അവസാനം പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളിൽ നിന്നുള്ള ചെറിയ എക്സാമുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാപ്സ്യൂളുകളോ ഒക്കെ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് പോകുന്നതായിരിക്കണം. നിങ്ങളുടെ കറണ്ട് അഫേഴ്സിൻ്റെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുടെ ന്യൂസ് പേപ്പർ തന്നെയായിരിക്കണം കേട്ടോ. പിന്നീട് ജനറൽ നോളജ് എന്ന് പറയുമ്പോൾ ജോഗ്രഫി, ഹിസ്റ്ററി, ഇന്ത്യൻ പോളിറ്റി, എക്കണോമിക്സ്, സ്റ്റാറ്റിക് GK, അതുപോലെ ഇന്ത്യൻ റെയിൽവേ. ഓഫ്കോഴ്സ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആണല്ലോ RPF. അപ്പോൾ അവരെക്കുറിച്ചുള്ള റെയിൽവേയുമായി ബന്ധപ്പെട്ട ചരിത്രം, അത് ഇന്ത്യൻ റെയിൽവേയെക്കുറിച്ചുള്ള ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ റെയിൽവേസ്, ഇന്ത്യൻ റെയിൽവേയുടെ സിഗ്നിഫിക്കൻറ്റ് അച്ചീവ്മെൻറ്റ്സ്, കറണ്ട് ഡെവലപ്മെൻറ്റ്സ് ഇൻ റെയിൽവേസ്, അതിനെക്കുറിച്ച് വ്യക്തമായി നമ്മൾ പഠിച്ചിരിക്കണം. സയൻസ് ആൻഡ് ടെക്നോളജി, അതിനകത്തിൽ വരുന്നതാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറി, സ്പേസ് ആൻഡ് ആസ്ട്രോണമി, എൻവയോൺമെൻറ്റൽ സയൻസ് എല്ലാം. ദെൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, വളരെയധികം പ്രാധാന്യത്തോടു കൂടി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയുന്നുണ്ട്. ദെൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, റിനൈസൻസ് ഒക്കെ അതിനകത്തിൽ വരുന്നതാണ്. അതിൽ പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, എക്കണോമിക് റിഫോം, സോഷ്യൽ ഇഷ്യൂസ് എല്ലാം നമ്മൾ നോക്കണം. ദെൻ ബുക്സ് ആൻഡ് ഓതേഴ്സ്, ആർട്ട് ആൻഡ് കൾച്ചർ, സ്പോർട്സ്, മിസലേനിയസ്. അപ്പം ഇത് ഇത്രയുമാണ് ഈ ജനറൽ അവയർനെസ് എന്ന് വെറുതെ ഒരു വാക്കിൽ പറഞ്ഞു പോകുന്നെങ്കിലും കുറേ അധികം കാര്യങ്ങളാണ്. അത് കുറച്ച് വായിക്കുക, കുറച്ച് റിപ്പീറ്റഡ് രീതിയിൽ നിങ്ങൾ വായിച്ചത് തന്നെ വീണ്ടും വായിക്കുക. അതിന് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങളുടെ കയ്യിൽ ആവശ്യമാണ്. അപ്പോൾ അത് നിങ്ങൾ വായിച്ച് പഠിക്കുക, അല്ലെങ്കിൽ അത് വീണ്ടും വായിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ നോട്ട്സ് എടുത്തിട്ടോ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സസ് ഉപയോഗിച്ചിട്ടോ ഒക്കെ അത് ഒന്ന് വായിച്ച് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. അതിനുവേണ്ടി കുറച്ച് സമയം അതിനു വേണ്ടി കൊടുക്കുക. ഒരാഴ്ച പഠിച്ച കാര്യങ്ങളെല്ലാം, ഇപ്പോൾ തിങ്കൾ മുതൽ ശനി വരെ പഠിച്ച കാര്യങ്ങളെല്ലാം ഞായറാഴ്ച ഒന്ന് റിവൈസ് ചെയ്യുക. അതിനുശേഷം വീണ്ടും അടുത്ത ആഴ്ച. അപ്പോൾ ഇതിങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. GK എന്ന് പറയുമ്പോൾ കുഴപ്പം, പലരുടെയും ഒരു പ്രശ്നം പഠിച്ചത് മറന്നു പോകുന്നു എന്നുള്ളതാണ്. പഠിച്ചത് മറന്നു പോകുന്നതിൻ്റെ കാരണം നമ്മൾ മറക്കാൻ അനുവദിക്കുന്നത് കൊണ്ടാണ്. പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുക, റിപ്പീറ്റഡ് റീഡിങ്. കുത്തിയിരുന്ന് വായിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ക്യാബിനറ്റ് മിഷൻ്റെ തലവനാര് പെത്തിക്ലോറൻസ് ഇങ്ങനെ 10 പ്രാവശ്യം പറയേണ്ട ആവശ്യമില്ല. അത് വായിച്ചു പോവുക, വീണ്ടും വായിക്കുക. അങ്ങനെ റിപ്പീറ്റഡ് റീഡിങ്. ഇങ്ങനെ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ വിഷ്വലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റും, അതിനെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് ഓർത്തിരിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ GK എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അത് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാനായിട്ട് പറ്റും. ഇനിയും എക്സാം ഡേറ്റിനെ കുറിച്ചുള്ള കാര്യം. എക്സാം എന്ന് നടക്കും എന്നുള്ളതിനെക്കുറിച്ച് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെയും യാതൊരു അപ്ഡേറ്റും ഉണ്ടായിട്ടില്ല. ഉണ്ടാകും, അത് ഉടനെ തന്നെ ഉണ്ടാകാം. പക്ഷേ എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജൂലൈക്ക് ശേഷമോ, നമുക്കൊരു ഓഗസ്റ്റ് മാസത്തോട് കൂടിയൊക്കെ എക്സാം നടക്കാം എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഒരു ഓഗസ്റ്റോട് കൂടി, ജൂലൈ അവസാനമോ അല്ലെങ്കിൽ ഓഗസ്റ്റ് പകുതിയായിട്ടോ ഓഗസ്റ്റ് അവസാനത്തോടു കൂടിയൊക്കെ ഈ 2 എക്സാമുകളും നടത്തപ്പെടാം എന്നാണ് കരുതുന്നത്. അതൊരു കൺഫേം ആയിട്ടുള്ള ഒഫീഷ്യൽ സോഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഒന്നുമല്ല. ഇനി ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് എവിടെയും പോയി പറയരുത്. ഒഫീഷ്യലി അങ്ങനെ യാതൊരു ഇൻഫർമേഷനും നമുക്ക് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങനെ ഒരു പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഓഗസ്റ്റിലോട് കൂടിയോ അല്ലെങ്കിൽ ജൂലൈ അവസാനമോ ഒക്കെ നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാം. അപ്പം ഈ മെയ് 14 എന്നുള്ള ഡേറ്റ് മറക്കാതിരിക്കുക. അപ്ലൈ ചെയ്യാൻ ആരെങ്കിലും ഇനി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് മിനിറ്റത്തേക്ക് വെച്ചേക്കരുത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇതൊരു ക്ലാസ്സായിട്ട് ഞാൻ ചോദ്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ അല്ല. നിങ്ങൾ എങ്ങനെ പഠിക്കണം, എങ്ങനെ തയ്യാറെടുക്കണം എന്നതിനെക്കുറിച്ച് പറയുന്നൊരു വീഡിയോ ആണ്. അപ്പം ഏകദേശം ഒരു വഴി ഞാൻ തുറന്നു തന്നിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് പഠിക്കേണ്ടത്, ഇത്രയാണ് നിങ്ങൾ തയ്യാറാവേണ്ടത്, ഇതിനാണ് നിങ്ങൾ തയ്യാറാവേണ്ടത്. ഇനി ബാക്കി നിങ്ങളുടെ മുൻപിലാണ്. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് തുടങ്ങുക. അതിനകത്തിൽ 1% പോലും വെള്ളം ചേർക്കാതിരിക്കുക. ഒരു തുള്ളി പോലും അതിൽ വെള്ളം ചേർക്കാതെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങളുടെ 100% കൊടുത്ത് നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുക. തീർച്ചയായിട്ടും ഈസിയായിട്ട്, ഞാൻ എപ്പോഴും പറയുന്നു, ഈസിയായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈസിയായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന
ഒരു നല്ല അടിപൊളി ഒരു ഓഫറാണ്, അല്ലെങ്കിൽ നല്ലൊരു ചാൻസാണ് ഈ RPF എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒരു അവസരം ഇനി ഉടനെ എങ്ങും നിങ്ങൾക്ക് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു 10th കഴിഞ്ഞ് നിൽക്കുന്ന ആളാണെങ്കിലോ, അല്ലെങ്കിൽ 10th കഴിഞ്ഞ് നിൽക്കുന്ന ആളെന്ന് പറയുമ്പം അങ്ങനെയുള്ള അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഏജ് ലിമിറ്റ് ഉണ്ട് 20 മുതലുള്ള. അപ്പോൾ നിങ്ങളുടെ ഏജ് ലിമിറ്റും നിങ്ങളുടെ ക്വാളിഫിക്കേഷനും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് RPFൻ്റെ എക്സാം. സോ നന്നായിട്ട് അത് പ്രയോജനപ്പെടുത്തുക, നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. നല്ല എഫേർട്ട് എടുത്ത് നിങ്ങൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇതിനെ ക്ലാസ്സായിട്ട് ഞാൻ കാണുന്നില്ല. ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് ചോദിച്ച കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മക്കളെ, ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ അടുത്തൊരു ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം.